നടന്ന ചർച്ചയിൽ ഭരണകക്ഷിയംഗങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് അതിശക്തമായ മറുപടി 21 വർഷങ്ങൾക്ക് ശേഷം അങ്ങേക്ക് തന്നെ വന്നിട്ട് പ്രതിരോധം തീർക്കേണ്ടി വരുന്നതുകൊണ്ടാണ് പാർട്ടി ഇത്ര ഷാർപ്പായി ഇന്നലെ സഭയിൽ പ്രതിരോധിച്ചില്ല അങ്ങേ. ഈ റിപ്പോർട്ടിന്റെ കാര്യം ഈ പറഞ്ഞ പ്രതിപക്ഷത്തിന് തന്നെ പറയാനില്ല. അങ്ങ് ഈ മൂന്നാമത്തെ റിപ്പോർട്ട് പറഞ്ഞു. ഈ കമ്മീഷൻ റിപ്പോർട്ട് സംബന്ധിച്ച് സ്വാഭാവികമായുള്ള ഒരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തെ ഉന്നയിക്കേണ്ടേ ഈ പറഞ്ഞ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് ഞാൻ ഈ 2 വിഷയങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. എൻ്റെ അവസാനത്തെ പ്രസ് കോൺഫറൻസ് അല്ല. എൻ്റെ അവസാനത്തെ പ്രസ് കോൺഫറൻസ് അല്ല. ഇല്ല, അങ്ങനെ കോൺഗ്രസിൽ ആഗ്രഹിക്കുന്നത് ആരുമില്ല. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ശേഷം മാധ്യമങ്ങളെ കാണാമെന്നുള്ളതാണ് തീരുമാനിച്ചിരുന്നതെന്ന് പറഞ്ഞു. ഇന്നത്തെയും ഒക്കെ പ്രതിപക്ഷത്തിന്റെ പ്രകടനം കണ്ടപ്പോൾ അങ്ങനെ വരേണ്ടി വരില്ല എന്ന് തോന്നിയത് കൊണ്ടാണോ നേരത്തെ വന്നത്? അതല്ല, എന്നോട് ഒരുപാട് പേര് അത്ഭുതം ചെയ്തിട്ടുണ്ടല്ലോ. എന്നോടും നിങ്ങളിൽ കൊടുത്ത പല ആൾക്കാരും ഒരുപാട് നിരന്തരമായി ഇവിടെയും ഡൽഹിയിൽ എന്നോട് ആത്മഹത്യ പറയും. ഞാൻ പ്രതിരോധ മന്ത്രിയായിരുന്നു ഇന്ത്യയിൽ തീർക്കാൻ. ഞാൻ അവരോട് ആലോചിച്ചപ്പോൾ ആത്മഹത്യ പറയുന്നത് തുറന്നു പറയണം. അപ്പോൾ ചില അപ്രിയ പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ ജീവിച്ചിരുന്നാൽ, എനിക്ക് പറയാൻ പറ്റുള്ളൂ, 85 വയസ്സായി, അതുകൊണ്ട് ജീവിച്ചിരുന്നാൽ അടുത്ത അസംബ്ലി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പൊതു ജീവിതത്തെക്കുറിച്ചുള്ള ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും കൺക്ലൂഷനെ നിങ്ങൾ മത്സരിക്കുക. റേറ്റിങ്ങിന് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് മസാലകൾ വേണം. അതൊക്കെ എൻ്റെ കോൺട്രിബ്യൂഷൻ വേണം. വളരെ സെൽഫിഷാണ് തോന്നുന്നു. കാരണം കോൺഗ്രസ് ഈ കാലങ്ങളിലൊക്കെ വലിയ ആക്രമണം നേരിട്ടുണ്ട്, വലിയ പ്രതിരോധത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പോഴൊന്നും കോൺഗ്രസിനെ ന്യായീകരിക്കാൻ വന്നിട്ടില്ല. ഇപ്പൊ അങ്ങയുടെ ഇമേജ് മോശമാകുമെന്ന് മനസ്സിലായപ്പോ തോന്നിയപ്പോൾ അങ്ങ് പ്രതിരോധിക്കാൻ പറ്റുന്നു. അത് സെൽഫിഷസ് അല്ലേ? താങ്കൾ പത്രപ്രവർത്തനമായി എന്റെ പുസ്തകം കഴിഞ്ഞ 14 ലക്ഷത്തിനകത്ത് പങ്കെടുത്തു. അന്ന് എന്റെ പുസ്തകം ശ്രദ്ധിച്ചു. എന്റെ ഇമേജിലൂടെയാണ് പറഞ്ഞ പോയിന്റ് ഉത്തരം. അന്ന് ഞാൻ ചാനലുകളോടെല്ലാം ഒറ്റയ്ക്ക് സംസാരിക്കുന്നതിന് മുമ്പ് ആദ്യം എല്ലാവരോടും ഒരുമിച്ച് ഒരു പുസ്തകം നടക്കുന്നു. എനിക്ക് വേണ്ടിയിട്ടാണ് ആണോ? അന്നത് പറയാം. അന്ന് ഞാൻ പ്രശ്നം ഇനിയും ഞാൻ പാർട്ടിക്ക് ആവശ്യം ഇലക്ഷൻ വരുമ്പോൾ ഞാൻ പറയും. നിങ്ങൾ അങ്ങോട്ടുള്ള എന്നെ കൊണ്ടുകൊണ്ടാണ്. ഒരു കാര്യം ഞാൻ പറയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലും ഇന്ത്യയിലും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോവുകയാണ്. പറഞ്ഞു കഴിയട്ടെ, ജനഹൃദയങ്ങളിലേക്ക് കൂടുതൽ കടന്നിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിൽ കേരളത്തിൽ ഒഴിച്ചുള്ള പ്രതിപക്ഷ പാർട്ടികൾ, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ, കേരളത്തിലെ പ്രതിപക്ഷ ഒഴിച്ച് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം ഏകണ്ഠമായി അവർക്കൊരു നേതാവേ ഉള്ളൂ, രാഹുൽ ഗാന്ധി. അവിടെ എത്തിയിരിക്കുക. രാഹുൽ ഗാന്ധി രാഹുൽ മാക്കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് മറുപടി പറയാതെ സ്വന്തം നേരെ വന്ന ഒരു കാര്യത്തിൽ മാത്രം മറുപടി പറയുന്നത് ശരിയാണ്. എന്റെ അഭിപ്രായം ഇതാണ്, എനിക്ക് പറയാനുള്ളൂ. അല്ല, എന്നാലും പാർട്ടി നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. ഒരു കാര്യമുണ്ട്, 2 കാര്യങ്ങൾ. മാറാടും ഇത്തങ്ങയിലും നടന്നത് ഒരു നിയമപരമായിട്ടുള്ള ഒരു നടപടിയാണ്. അതായത് ഹൈക്കോടതിയുടെ നിരന്തരമായ സമ്മർദ്ദം, യൂണിയൻ മിനിസ്ട്രിയുടെ സമ്മർദ്ദം. പക്ഷെ അവിടെ പോലീസ് അട്രോസിറ്റി ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അത് ഞാൻ വേറെ വസ്തുത പറയാം.
വേറെ വിധത്തിൽ പറയും. ഇന്ന് പറയുന്നില്ല. ഇന്ന് സാറ് പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ എടുത്താൽ, അതായത് മുത്തങ്ങയും ശിവഗിരി, ഇന്നലെ അസംബ്ലി തിരികെത്താം ഒരിടവേളയ്ക്ക് ശേഷം.